നമസ്കാരം സുഹൃത്തുക്കളെ. മോദി മിണ്ടുന്നില്ല, മോദി മിണ്ടുന്നില്ല, മോദി മിണ്ടുന്നില്ല. എന്തൊരു പരാതിയായിരുന്നു. ആ പരാതി തീർന്നല്ലോ. മോദി മിണ്ടി, എല്ലാവർക്കും സമാധാനമായല്ലോ. ഗോ ടു ക്ലാസ്സസ്. അപ്പോ ഈ മോദി മിണ്ടുന്നില്ല എന്നുള്ള ഈ പരിഹാസവും വിമർശനവും പഠിപ്പിക്കലും തിരുത്തലും ഒക്കെ നടത്താൻ ഇവിടെ ഒരു പട തന്നെയുണ്ട്. എത്ര കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ട്? ഈ മോദി ഉണ്ടല്ലോ, ചാണകം മെഴുകിയ തറയില് ജനിച്ച് വളർന്ന് ചായ വിറ്റ് ജീവിച്ച് സ്വന്തം കാലിന്റെ ബലത്തിൽ നിവർന്നു നിന്ന് ഭാരതം മുഴുവനും നടന്ന് വളർന്ന് പ്രധാനമന്ത്രിയും ലോക നേതാവും ഒക്കെ ആയിത്തീർന്ന ഈ മോദി ഉണ്ടല്ലോ, സ്വയം വളർന്ന് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച ഒരു സാധാരണ മനുഷ്യനാണ്. അല്ലാണ്ട് ഒരു കുടുംബാധിപത്യ കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പോ മോദിക്ക് മോദിയുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. കാരണം മോദി രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച സ്വയം സേവകനാണ്. ഇനിയിപ്പോ മോദി അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ സംസാരിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ കേരളത്തിലെ യുക്തിവാദി രവിചന്ദ്രൻ മുതൽ അങ്ങ് വിഘടനവാദി രാഹുൽ ഗാന്ധി വരെ പറയും കാരണവര് തള്ളു തുടങ്ങിയെന്ന്. ഇപ്പോ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സംസാരിച്ചാലും പറയും കുറ്റം. ഇപ്പോ സൈനിക ഓഫീസർമാർക്ക് പകരമോ ആഭ്യന്തരമന്ത്രിക്ക് പകരമോ പ്രതിരോധ മന്ത്രിക്ക് പകരമോ ഒക്കെ മോദി സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? അയ്യോ, ആ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഒരു വാക്ക് പറയാൻ, ഒന്ന് ടിവിയിൽ മുഖം കാണിക്കാൻ ഈ പ്രധാനമന്ത്രി മോദി സമ്മതിക്കുന്നില്ല. എന്തൊരു തള്ളാണ് തള്ളുന്നത് എന്ന് പറയും. ആ അമിത്ഷാനെ നിഴലായിട്ട് നിർത്തിയിരിക്കുകയാണ്, ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അമിത്ഷായാണ് എല്ലാം ചെയ്യുന്നത്, എന്നിട്ടോ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. മോദി തന്നെ പറയുന്നു. പിന്നെ സൈനികമായ കാര്യങ്ങൾ പറയേണ്ടത് സൈനിക ഓഫീസർമാരല്ലേ, മോദി എന്തിനു പറയണം? ഇതൊക്കെ ചോദിക്കുമായിരുന്നു മോദി പറഞ്ഞിരുന്നെങ്കിൽ. മോദി നിശബ്ദനായി പിൻസീറ്റിലിരുന്നു. മോദി ആ സ്ഫോടനങ്ങൾ കണ്ട് ചിരിച്ചു. കാരണം സ്വന്തം രാജ്യത്തെ അമ്മ പെങ്ങന്മാരുടെ സിന്ദൂരം മായ്ച്ചവരെ, അവരുടെ ഭീകര കേന്ദ്രങ്ങൾ അത് പ്ലാൻ ചെയ്തവരെ ചുട്ടുകളയുകയാണ്. സംഹാരരുദ്രനായിട്ട് മോദി അത് കാണാനിരുന്നു. മോദി ചിരിച്ചു. പക്ഷെ രാജ്യത്തോട്, ലോകത്തോട് നിശബ്ദനായി ഇത്രയും ദിവസം ഇരുന്നു. പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞു, പറയേണ്ടത് മാത്രം പറഞ്ഞു. മോദി പറഞ്ഞു, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. ഭീകരവാദവും കച്ചവടവും ഒന്നിച്ചു പോകില്ല. ആണവായുധം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. അത് ചൈനയോടും അമേരിക്കയോടും തുർക്കിയോടും ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അതുപോലെ തന്നെ ഇനിയൊരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ പേരിൽ മാത്രമായിരിക്കും. അതിനൊരു മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് ട്രംപിനോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോദി സംസാരിച്ചു. മോദി സംസാരിച്ചത് രഹസ്യമായി അടച്ചിട്ട മുറിയില് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഭാരത മണ്ണിന് ഒരു അടിയറവ് വെക്കുകയോ അഭിമാനത്തെ അടിയറവ് വെക്കുകയോ ഒന്നുമല്ല മോദി ചെയ്തത്. മോദി പബ്ലിക്കായിട്ട് ഒരു പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് ലോകത്തോട് പറഞ്ഞത്, ഭീകരവാദത്തെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ ഹാച്ചറികളിൽ ഈ അടവെച്ച് വിരിയിക്കുന്ന ഭീകരന്മാരെ ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിരിക്കും എന്ന് തന്നെയാണ് മോദി പറഞ്ഞത്. ഈ ഒരു മലവാഴ ഉണ്ടല്ലോ, അയാളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരേ ഒരു ഇന്ദിരാഗാന്ധി മാത്രമെന്ന്. അതെ, അങ്ങനെ ഒറ്റൊരു സാധനം മതിയല്ലോ. അത് ആ ചർച്ചയ്ക്ക് ശേഷം, ആ വാതിൽ അടച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം സിംല കരാറ് യാതൊരു ഉപാധികളുമില്ലാതെ ഒപ്പിട്ടുകൊടുത്ത സ്വാഭിമാനമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഉരുക്കു വനിത എന്നൊക്കെ പറയുന്നത്. ദുർഗ എന്ന് വാജ്പേയി വിളിച്ചു എന്നുള്ളൊരു കള്ളക്കഥയും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് വാജ്പേയി, അടൽജി തന്നെ അതിനെ നിഷേധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അന്ന്
ഈ ഇത്രയും സൈനികരെ ബലി കൊടുത്ത് 3500 സൈനികരെയാണത്രേ അന്ന് ബലി കൊടുത്തത് ആ ബംഗ്ലാദേശ് യുദ്ധത്തിൽ. 4500 കോടി രൂപ അത് ചെലവാക്കി. അങ്ങനെ നമ്മുടെ GDP ഒക്കെ തകർന്നു, കൂപ്പുകുത്തി. പിന്നെ ഇൻഫ്ലേഷൻ എത്രയോ കൂടി, അഭയാർത്ഥികളുടെ പെരുക്കമായിരുന്നു. അങ്ങനെ ഭാരതം തകർന്നു ആ യുദ്ധത്തിന് ശേഷം. എന്നിട്ട് നമ്മൾ എന്ത് നേടി? റഷ്യ അന്ന് നിരുപാധികമായി പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചടക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞത് ഈ പറയുന്ന ഉരുക്കു വനിത വേണ്ട എന്ന് പറഞ്ഞു അത്രേ. എന്തുകൊണ്ടാണത്? ഭാരതത്തിന് അവകാശപ്പെട്ട POK പിടിച്ചടക്കാൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരേ ഒരു ഇന്ദിരാഗാന്ധി തയ്യാറായില്ല എന്ന് കോൺഗ്രസ് മറുപടി പറയണം. അതിന്റെ കാരണം വിശദീകരിക്കണം. വെറുതെ ചിത്രമിട്ടിട്ട് 7ാം കപ്പൽ പട വന്നപ്പോൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ, വിശദീകരിക്കണം കോൺഗ്രസ്. മോദിയെ പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ യുദ്ധം വേണ്ട, യുദ്ധം നിർത്തിയാൽ സന്തോഷം എന്ന് പറയും. എന്നിട്ടോ ഒരേയൊരു ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത എന്നും പറയും. ആ ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ഒന്ന് വിശദീകരിക്കണം. അന്ന് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് കൈയടക്കാമായിരുന്നു. അതുപോലെ ഈ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളിൽ വീതി കൂട്ടാനും ഭാരതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ അന്ന് നമ്മുടെ ഈ സൈനികരുടെ ബലിദാനം കൊണ്ട് നമുക്ക് സാധിക്കുമായിരുന്നു. അന്ന് പാകിസ്ഥാന്റെ 90,000 പരം സൈനികരെയാണ് നാം വിട്ടയച്ചത്. നമ്മുടെ സൈനികരെ ഒട്ട് തിരിച്ചു നാം ആവശ്യപ്പെട്ടതുമില്ല. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇന്ത്യക്ക് വേണ്ട യാതൊന്നും സാധിച്ചെടുക്കാതെ അന്ന് പാക് പ്രസിഡന്റ് പറഞ്ഞെടുത്തൊക്കെയും ഒപ്പിട്ട് കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് കോൺഗ്രസ് ഇപ്പോഴും ഉരുക്കു വനിത എന്ന് പറയുന്നതെന്ന് ഭാരതം മനസ്സിലാക്കണം. സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധി എന്തായിരുന്നു എന്നുള്ളത്, ഈ കോൺഗ്രസ് എന്താണ് ഭാരതത്തിനോട് ചെയ്തിരുന്നത് എന്നുള്ളത്. ഇന്ന് 2014 മോദി അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഏറെയും ഭരിച്ചത് വാജ്പേയിജിയെ മാറ്റി നിർത്തിയാൽ ബാക്കി ഭരിച്ചത് മുഴുവൻ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട കക്ഷികളും തന്നെ ആയിരുന്നു. അപ്പോഴൊന്നും പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പും പ്രതിരോധവും കാണിക്കാതിരുന്നതുകൊണ്ട് ചൈനയ്ക്ക് അവിടെ അവരുടെ കച്ചവടവും അവരുടെ ഭീകരവാദവും എല്ലാം വളർത്താൻ പറ്റി, പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച്. ഇന്നിപ്പോൾ POKയിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ ചൈനയ്ക്കെതിരെ കൂടി നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. അതുകൂടി നാം ആലോചിക്കണം. ഭാരതത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പാകിസ്ഥാനും ചൈനയും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ കൂടി പ്രതിരോധിക്കാനുള്ള സമയം എടുത്തുകൊണ്ടും നയങ്ങൾ രൂപീകരിച്ചും വേണം നാം POKയിലേക്ക് കയറാൻ. നമുക്ക് എല്ലാവർക്കും നിരാശയുണ്ട്, POK എന്തുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്ന്. ചൈനയുടെ സാന്നിധ്യമുണ്ട് അവിടെ. അപ്പോ അതുകൂടി കണക്കാക്കി വേണം നാം ഒക്കെയും ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. മോദിയെ വിശ്വസിക്കുക. കാരണം മോദി രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച സ്വയം സേവകനാണ്. സ്വന്തം കുടുംബാധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയോ സ്വന്തം അധികാരത്തിന് വേണ്ടിയോ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയോ സിംഹാസനം തേടി അലഞ്ഞു വന്നതല്ല. ഒരു നിയോഗം പോലെ ഭാരതാംബയെ സേവിക്കാൻ വേണ്ടി, നമ്മളെ വിശ്വഗുരു സ്ഥാനത്തേക്ക് എടുത്തുയർത്താൻ വേണ്ടി നിയോഗം പോലെ എത്തിച്ചേർന്ന മനുഷ്യനാണ് ഈ മോദി. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, തീർത്തും വിശ്വസിക്കാം. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.